ഹലോ കൂട്ടുകാരെ, മാ കുക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കരിക്ക് കിട്ടി, എന്നാൽ പിന്നെ കരിക്ക് കൊണ്ടൊരു ജ്യൂസ് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അപ്പോൾ ഒന്നും നോക്കിയില്ല, കരിക്കിൻ്റെ മുകൾ വശം ഒന്ന് വെട്ടി മാറ്റിയിട്ട് ആദ്യം തന്നെ അതിനകത്തെ വെള്ളം അങ്ങ് മാറ്റി വെച്ചു. ഇതുപോലെ ഒരു ബൗളിലേക്ക് ആ വെള്ളം മൊത്തം ഞാനങ്ങ് ഊറ്റിയെടുത്തിട്ടുണ്ട്. വിചാരിക്കുന്ന പോലൊന്നും ഇല്ലായിരുന്നു, കുറച്ചേ ഉള്ളായിരുന്നു. ആ വെള്ളത്തിനകത്ത് പകുതിയും ആ കിളിന്ത് വീണിട്ടുണ്ടായിരുന്നു. പക്ഷെ സംഭവം നല്ല മധുരവും ചെറിയൊരു പുളിപ്പും ഉണ്ടായിരുന്നു. പിന്നെ അതിനെ രണ്ടായിട്ടൊന്ന് വെട്ടി മുറിച്ചതാ ഈ പരുവാക്കിയെടുത്തു. ഇതിനകത്താണല്ലോ നമ്മളുടെ മെയിൻ ഐറ്റം ഉള്ളത്. ഇളപ്പവും ഉണ്ട്, ചെറുതായിട്ട് ഇച്ചിരി കട്ടിയുള്ള ഭാഗവും ഉണ്ട്. അപ്പം ഞാൻ ആ ഇളപ്പ ഭാഗം ആദ്യം തന്നെ അങ്ങ് സ്പൂണ് കൊണ്ട് കോരി ഇങ്ങനെ മാറ്റി നമ്മളുടെ നേരത്തെ എടുത്ത് വെച്ച ആ കരിക്കും വെള്ളത്തിനകത്തോട്ട് അങ്ങ് ഇട്ട് വെച്ചു. എന്നാൽ പിന്നെ കയ്യിലിരിക്കുന്ന സ്പൂണ് കൊണ്ട് ഒരു ഭംഗിക്ക് ഞാൻ അങ്ങ് ഇളക്കുകയും കൂടി അങ്ങ് കൊടുത്തു. ഇത് നേരെ ഞാൻ മിക്സി ജാറിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തു. വേറെ മധുരമോ ഒന്നും തന്നെ ചേർക്കാൻ പോകുന്നില്ല. ആ കരിക്കിൻ്റെ ഇളപ്പവും ആ കരിക്ക് വെള്ളവും ചേർത്തിട്ട് മാത്രമാണ് അടിച്ചെടുക്കുന്നത്. പ്രത്യേകിച്ച് മധുരവും ഒന്നും ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി അതിനൊരു മധുരവും ചെറിയൊരു പുളിപ്പും ഉണ്ട്. അപ്പോൾ അത് തന്നെ മതി എന്നങ്ങ് വെച്ചു. അടിച്ചെടുത്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിടുന്നുണ്ട്. ചെറിയൊരു തണുപ്പോടെ ഇരിക്കട്ടെ എന്ന് വെച്ചു. അപ്പോൾ 2, 3 അങ്ങനെ 3 കഷ്ണം ഐസ് ക്യൂബ് എടുത്ത് ഞാൻ ആ ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടു. അങ്ങനെ ഐസ് ക്യൂബ് നിറഞ്ഞു തന്ന ഗ്ലാസ്സിലിട്ട് ഞാൻ നേരത്തെ അടിച്ചു വെച്ച നമ്മളുടെ കരിക്കിൻ ജ്യൂസ് ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തു. അവിടെ ഇവിടെയൊക്കെ തെറിക്കുന്നുണ്ട്, ആ ഒഴിക്കുന്നതിൻ്റെ ഫോഴ്സിലാണ് അതങ്ങ് വീഴുന്നത്. എന്നാലും കുഴപ്പമില്ല, ഗ്ലാസ്സിലേക്ക് ഞാൻ ഒഴിച്ച് അതങ്ങ് നിറച്ച് വെച്ചു. അപ്പോഴത്തേക്കിന് ഐസ് ക്യൂബൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മധുരം ചേർക്കാത്ത അതിൻ്റേതായ മധുരമുള്ള ഒരു അടിപൊളി ടെൻഡർ കോക്കനട്ട് ഡ്രിങ്ക്. കുടിച്ചു നോക്കിയപ്പോൾ കൊള്ളാം, അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ട്. ഐസ് ക്യൂബ് ഇട്ടതുകൊണ്ട് അതിൻ്റേതായ ഒരു ചെറിയ നല്ല തണുപ്പ് കൂടി അതിന് കിട്ടുന്നുണ്ട്. അപ്പം മധുരം ചേർക്കാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായ മധുരവും ആ ഡ്രിങ്കിനുണ്ട് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മധുരം നിങ്ങൾക്ക് ചേർക്കാം. പക്ഷേ ഇതാണ് അതിൻ്റെ കറക്റ്റ് ഒരു മധുരം. ആ മധുരം ചേർക്കാതെ കുടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളുടെ വെറൈറ്റി എന്നൊന്നും പറയാനില്ല, നല്ലൊരു അടിപൊളി കരിക്കിൻ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ ഒരു ഇൻഗ്രീഡിയൻസും ഞാൻ ചേർത്തിട്ടുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവരേക്കും ടാറ്റാ.